ജാപ്പനീസുകാരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് ക്ലിയർ ആൻഡ് സ്മൂത്താണ്. അതേപോലെ അല്ലെങ്കിലും അതിൻ്റെ 2 ഷെയ്ഡെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യം വേണ്ടത് അരിയാണ്. അത് ഏത് അരിയായാലും മതി. നെക്സ്റ്റ് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ചണവിത്ത് എന്നൊക്കെ പറയും. ആദ്യം 3-4 സ്പൂണ് അരി എടുക്കുക. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ജാപ്പനീസുകാരുടെയും കൊറിയക്കാരുടെയൊക്കെ സ്കിൻ കെയർ റൊട്ടീനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് റൈസ്. ഇനി വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഇതേപോലെ തന്നെ 3-4 സ്പൂൺ എടുക്കുക. ഇതൊരു തവണ ജസ്റ്റ് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഈ ഫ്ലാക്സ് സീഡ്സ് സാധാ അങ്ങാടിക്കടകളിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മൾ അറിയതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. കുതിർക്കാൻ വെച്ചിരുന്ന അരിയെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കുക. അതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ലോണം സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതിൽ നമുക്ക് 1 സ്പൂൺ മാത്രമാണ് ആവശ്യം. ആ 1 സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ 1 സ്പൂൺ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിനി ക്യാപ്സ്യൂളാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലുള്ളത് കൊണ്ട് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലോണം ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. കുറേ നേരം മിക്സ് ചെയ്യുമ്പോഴത്തേനൊരു സ്മൂത്ത് ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് ഇത് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ കയ്യിലാണ്. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പാക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നല്ലൊരു ബ്രൈറ്റൻ ആയ ഒരു ഫീല് നമുക്കറിയാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീക്കിലി 3 ടൈംസെങ്കിലും നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫ്ലാക്സ് സീഡ് നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാനും പിമ്പിൾസ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അലർജീസൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത ഭാഗത്ത് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാൻ. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പാക്ക് അപ്ലൈ ചെയ്യാത്ത ഭാഗത്തുള്ള ഒരു ഡൾനെസ്സും പാക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തുള്ള ബ്രൈറ്റ്നെസ്സും നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. ബൈ.